രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കുമെതിരെ ഉയർന്ന സൈബർ ആക്രമണ ആരോപണം. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ കരിവാരിത്തേക്കാൻ യുവ നേതാക്കൾ ലക്ഷങ്ങൾ ഒഴുക്കി പ്രൊഫഷണൽ PR ഏജൻസികളെ വാടകയ്ക്കെടുത്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പുറം ലോകമറിഞ്ഞ ഈ വിവരങ്ങൾ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും പരസ്പര വിശ്വാസത്തെയും തകർക്കുന്ന രീതിയിലാണ് വളരുന്നത്. ആ വിനാശകരമായ ഫോൺ സംഭാഷണം ബംഗളൂരുവിലുള്ള ഒരു പ്രമുഖ PR കമ്പനിയുടെ ഉടമയും കേരളത്തിലുള്ള ഒരു ഇടനിലക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾ പുകയുന്നത്. ഈ സംഭാഷണത്തിൽ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേരുകൾ പലതവണ ആവർത്തിച്ചു വരുന്നുമുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടുന്നതിനേക്കാൾ ഉപരിയായി സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനാണ് ഇവർ പ്രാധാന്യം നൽകുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഈ ഓപ്പറേഷനായി 20 മുതൽ 25 ലക്ഷം രൂപ വരെ പ്രാഥമികമായി മാറ്റിവെച്ചിരുന്നു. കേരളത്തിലെ ഒരു PR ഏജൻസി ബംഗളൂരുവിലെ കമ്പനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏതെല്ലാം നേതാക്കളെയാണ് സൈബർ ഇടങ്ങളിൽ കടന്നാക്രമിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിലെ അധികായന്മാരാണ് ഈ സൈബർ കൊട്ടേഷനിലെ ഇരകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം അഴിച്ചുവിടാൻ നിർദ്ദേശമുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ സ്വാധീനം കുറയ്ക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും വ്യാജ ഐഡികൾ ഉപയോഗിക്കണം. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നേരിടുന്ന ഉണ്ണിത്താനെ ഡിജിറ്റൽ ഇടങ്ങളിൽ നിശബ്ദനാക്കാനും അപകീർത്തിപ്പെടുത്താനും കഴിയും. വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ഈ നേതാക്കളുടെ പോസ്റ്റുകൾക്ക് താഴെ മോശം കമന്റുകൾ ഇടുക, അവരെ ഗ്രൂപ്പുകളിൽ പരിഹസിക്കുക, പാർട്ടിക്കുള്ളിലെ തിരിച്ചടികൾക്ക് കാരണം ഇവരാണെന്ന് വരുത്തി തീർക്കുക. ഈ ഓപ്പറേഷൻ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിൽ നേരിട്ടാണെന്നാണ് ഫോണിൽ സംഭാഷണത്തിൽ പറയുന്നത്. സൈബർ ഇടങ്ങളിൽ സംയുക്തമായി സജീവമായി പ്രവർത്തിക്കുന്ന നിസാർ കുംബ്ല എന്ന വ്യക്തിയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നുമുണ്ട്. സൈബർ പോരാളികളെ ഏകോപിപ്പിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നാണ് ആക്ഷേപം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ യുവജന നേതാവെന്ന നിലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഷാഫിയും രാഹുലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന നേതാക്കളുടെ സ്വാധീനം വെട്ടിക്കുറയ്ക്കുന്നതിനുമുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. 2026 സെപ്റ്റംബർ മുതൽ നിലവിൽ ഈ സൈബർ കരാർ നൽകിയത്. എന്നാൽ ഇത് 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടാനുള്ള സാധ്യതകളും സംഭാഷണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് കേവലം ഒരു താൽക്കാലിക നീക്കമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു അധികാരം പിടിച്ചെടുക്കൽ തന്ത്രമാണിതെന്ന്. അതിനുള്ളിൽ ഗ്രൂപ്പ് ഒരു പുത്തിരിയല്ല. A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടം പതിറ്റാണ്ടുകളായി നിലവിലുണ്ട്. എന്നാൽ പരമ്പരാഗതമായ പോസ്റ്റർ ഒട്ടിക്കലിൽ നിന്നും മുദ്രാവാക്യം വിളികളിൽ നിന്നും ഗ്രൂപ്പ് പോര് ഇപ്പോൾ ആധുനികമായ PR ഏജൻസികളിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കും മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ നിശ്ചയിച്ച IT സെല്ലുകളെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആരോഗ്യകരമായ മത്സരത്തിനല്ല, മറിച്ച് വ്യക്തിഹത്യയാണ് എന്നത് ഗൗരവകരമാണ്. സ്വന്തം നേതാക്കളെ തന്നെ സൈബർ ഇടങ്ങളിൽ നാണം കെടുത്താൻ പണം വാരിയെറിയുന്ന ശക്തമായ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ കാരണമാകും. ഈ വിവാദങ്ങൾക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കാനാണ് സാധ്യത. മുതിർന്ന നേതാക്കൾക്കെതിരെ സൈബർ കൊട്ടേഷൻ നൽകിയത് തെളിയിക്കപ്പെട്ടാൽ ഷാഫിക്കും രാഹുലിനുമെതിരെ ഹൈക്കമാൻഡ് തലത്തിൽ നടപടികൾ ഉണ്ടായേക്കാം. താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ നേതാക്കളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്നവരാണോ അതോ സ്വന്തം ഇമേജിനായി കളിക്കുന്നവരാണോ ഇവരെന്ന ചോദ്യം ഉയരും. CPM-ഉം BJP-യും ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വലിയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. കൊട്ടേഷൻ സംഘങ്ങളുടെ പാർട്ടിയായി മാറിയെന്ന പ്രചാരണം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ആരംഭിച്ചിട്ടുമുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പുകൾ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സൈബർ സാന്നിധ്യം പ്രധാനമാണെങ്കിലും അത് സ്വന്തം സഹപ്രവർത്തകരെ തകർക്കാൻ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഇതിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരൂ. അതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഈ PR കൊട്ടേഷൻ വലിയ ചർച്ചയായി തുടരും.